വിവിധ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ പുതിയ അമേരിക്കൻ ടാരിഫ് നിരക്കുകൾക്കു പിന്നിൽ വെറും സാമ്പത്തിക തീരുമാനങ്ങൾ മാത്രമല്ല, ആഗോളതന്ത്രം, രാഷ്ട്രീയ നീക്കങ്ങൾ, രാജ്യാന്തര ശക്തിയുടെ പുനർനിർമ്മാണം എന്നിവയും ഉണ്ടായിരിക്കാം. ടാരിഫ് നിരക്കുകൾ പ്രസിഡന്റ് ട്രംപിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിശ്ചയിക്കുന്നുവെന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന് ശക്തമായ നിലപാടുകൾ ഉണ്ടാവാമെങ്കിലും ഇത്തരം നിർണായക തീരുമാനങ്ങളും തന്ത്രങ്ങളും ആസൂത്രണം ചെയ്യാൻ വിദഗ്ധ ഉപദേഷ്ടാക്കളും സാമ്പത്തിക വിദഗ്ധരുമൊക്കെ അടങ്ങുന്ന ഒരു വലിയ ടീം തന്നെ ഉണ്ടായിരിക്കും. പലപ്പോഴും വെളിപ്പെടുത്താത്ത ദൂരദൃഷ്ടിയുള്ള ലക്ഷ്യങ്ങൾക്കും ടാരിഫ് നിയന്ത്രണങ്ങൾ ഉപയോഗിക്കുന്നു. ഇറക്കുമതികൾക്കുള്ള അധിക ടാരിഫ് കാരണം തുടക്കത്തിൽ ഉപഭോക്താക്കളുടെ ഉയർന്ന ചെലവ്, വ്യവസായ പ്രതികൂലത തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ അമേരിക്കയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ആഭ്യന്തര ഉൽപ്പാദനം വളർത്തുക, വിദേശ ആശ്രിതത്വം കുറയ്ക്കുക, പല രാജ്യങ്ങളുടെയും കൂട്ടായ്മകളുടെയും വളർച്ച നിയന്ത്രിക്കുക തുടങ്ങിയ ദീർഘകാല നേട്ടങ്ങളാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ശക്തമായ അമേരിക്കൻ ജനപിന്തുണ ഇതിന് ആവശ്യമാണ്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ വലിയ രാഷ്ട്രീയ സാമ്പത്തിക സാഹസമായി ഇതിനെ കണക്കാക്കാം. ട്രംപിന്റെ പിന്തുണ അമേരിക്കയിലും ലോകമെമ്പാടും കുറയുന്നുവെന്നതും പ്രസക്തമാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ പല നീക്കങ്ങളും നിലവിലെ ആഗോള സമവായം തകർക്കുന്നതാണ്. പല രാജ്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഇന്ത്യക്കിത് പുതിയ സാധ്യതകളുടെ കാലഘട്ടമാണ്. തന്ത്രപരമായ ഡിപ്ലോമസി, ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന ഉപഭോഗം, വിപണി വൈവിധ്യം, ശക്തമായ ആഗോള പങ്കാളിത്തം എന്നിവ ഉപയോഗിച്ച് ഇന്ത്യ കൂടുതൽ സ്വാധീനമേറിയ നിലയിലേക്ക് മാറ്റപ്പെടാം. ഇതിനായി ഇന്ത്യക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, നിക്ഷേപ സൗഹൃദ നയങ്ങൾ, സാങ്കേതിക വിദ്യകളിലെ നൂതനത്വവും വൈദഗ്ധ്യവും പ്രോത്സാഹിപ്പിക്കുക, സമത്വപരമായ വിദേശ നയങ്ങൾ തുടങ്ങിയവ പ്രധാനമാണ്.